ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം HIV ആണ്. HIV രോഗനിർണയത്തിന് വളരെ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ വളരെ വേഗം തന്നെ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് ഇന്ന് റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റുകൾ ലഭ്യമാണ്. അതിനെക്കുറിച്ച് ഈ സെഗ്മെന്റിൽ നമുക്ക് കൂടുതൽ കണ്ടറിയാം. HIV ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാനൊപ്പമുള്ളത് ഡോക്ടർ ശ്രീകൃഷ്ണൻ. ഹലോ സർ. ഡോക്ടർ, ഈ HIV ഒരാൾക്കുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വളരെ വേഗം അല്ലെങ്കിൽ റാപ്പിഡായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ? റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റ് ടെസ്റ്റ്, നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റാപ്പിഡായിട്ട് അറിയാനുള്ള കിറ്റ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് വന്നാൽ ഉടൻ തന്നെ അറിയാൻ കഴിയും. ഏകദേശം എത്ര സമയം എടുക്കും? 20 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് നമുക്ക് അധികം ബ്ലഡ് എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സാധാരണ ഒരു ബ്ലഡ് ഷുഗറോ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ രക്തം എടുക്കുന്ന അളവിൽ ഒരു 2 or 3 ml പ്രിക് ടെസ്റ്റ് അല്ല, ഡയറക്റ്റ്ലി വെയിനിൽ നിന്ന് ഒരു 2 to 3 ml ബ്ലഡ് എടുത്ത് അതിനെ നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. സിറിഞ്ചിൽ തന്നെ ഒരു 2 ml ബ്ലഡ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഈ പ്രക്രിയ ഒന്ന് വിശദീകരിക്കാം ഡോക്ടർ, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? സാധാരണ ഈ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പ് രോഗിയുടെ കൺസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ടെസ്റ്റ് ചെയ്യുന്ന സമ്മതപത്രത്തിൽ രോഗിയുടെ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ള സമ്മതപത്രത്തിൽ രോഗിയെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 or 3 ml രക്തം എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു വെക്കുക. അതിനുശേഷം ഈ കിറ്റ് ഓപ്പൺ ചെയ്ത് ആ കിറ്റിന്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. അത് വാലിഡ് കിറ്റ് ആണോ എന്നുള്ള ആദ്യം നമ്മൾ കൺഫേം ചെയ്യുക. ആ കിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം ഒരു പിപ്പറ്റിൽ നമ്മൾ ഒരു അറൗണ്ട് ഒരു 0.5 ml ബ്ലഡ്, അതിൻ്റെ താഴെ ബ്ലഡ് മതി, ഒരു പിപ്പറ്റിൽ ചെറുതെടുത്ത് ഈ കിറ്റിൽ ബ്ലഡ് ഇടാനുള്ള സ്ഥലമുണ്ട്. ആ ബ്ലഡ് ഇടാനുള്ള സ്ഥലത്ത് ഈ ബ്ലഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിനു ശേഷം ഒരു റിയേജൻ ഉണ്ട്, ആ റിയേജൻ ഇതേ സ്ഥലത്ത് തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 7 to 10 minutes യൂഷ്വലി നമുക്ക് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയാൻ കഴിയും? അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? അതിൽ യൂഷ്വലി നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന പോലെ ലൈൻ ഡിപ്പെൻഡന്റ് ആണ്, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നത്. യൂഷ്വലി ഒരു സിംഗിൾ ലൈൻ വരും, ഒരു കൺട്രോൾ ലൈൻ വരും. ആ കൺട്രോൾ ലൈനിന്റെ മുകളിൽ ഒരു ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ 2 ലൈൻ കാണുവാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുക. കൺട്രോൾ ലൈൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും വരും. മറ്റ് ഒരു ലൈനും കൂടെ അഡീഷണലി വരുവാണെങ്കിൽ അത് പോസിറ്റീവ് എന്ന് നമ്മൾ. ഡോക്ടർ, ഈ ടെസ്റ്റിന് ആധികാരികത എന്താണ്? എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ ഉറപ്പിച്ച HIV ആണെന്ന് പറയാൻ പറ്റുമോ? ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഫാൾസ് പോസിറ്റീവ് റിസൾട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് എപ്പോഴും നമുക്കൊരു രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയണം. അതാണ് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന്റെ ബേസിക് റിക്വയർമെന്റ്. അപ്പോൾ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി ഉണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. ഇതുണ്ടെങ്കിൽ ഇത് ഉറപ്പാണ് HIV ഉണ്ട് എന്നുള്ള ഉറപ്പാക്കാനുള്ള ഒരു ടെസ്റ്റ് അല്ല ഇത്. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് HIV സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, പക്ഷെ സ്പെസിഫിസിറ്റി നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റും. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ രോഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി. കൺഫർമേറ്ററി ടെസ്റ്റുകൾ ബേസിക്കലി നമുക്കുള്ളത് ELISA ടെസ്റ്റിംഗ് അല്ലെങ്കിൽ PCR ടെസ്റ്റ്. ഈ 2 ടെസ്റ്റിംഗ് ആണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യുക, ELISA ടെസ്റ്റിംഗും PCR ടെസ്റ്റിംഗ്. പക്ഷേ അത് ഒരു ടേൺ റൗണ്ട് ടൈം അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കും. സ്ക്രീനിങ് ടെസ്റ്റ് അല്ല, ELISAക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരാം. PCR ടെസ്റ്റ് ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ സമയം എടുത്തേക്കാം. PCR ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരാഴ്ച വരെ സമയം എടുക്കാം. ഇത് റാപ്പിഡ് ഡിറ്റക്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് എമർജൻസി ആയിട്ട് ഇപ്പോൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് റാപ്പിഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഈ സ്ക്രീനിങ്. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പിന്നെ ബാക്കിയുള്ള കൺഫർമേറ്ററി ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. വളരെ നന്ദി ഡോക്ടർ.